मधुपाराम हरिचंदन सुंदरम तं भजे विजयानंद कैवल्यमणिमन्दिरम् मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै। ॐ शान्ति शान्ति शान्तिः। अखण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्री गुरवे नमः। अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्री गुरवे नमः। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। सर्वमंगलमांगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबके गौरी नारायणि नमोस्तुते। सृष्टिस्थितिविनाशानां शक्तिभूते सनातने गुणाश्रये गुणमये नारायणि नमोस्तुते। शरणागत दीनार्तपरित्राणपरायणे सर्वस्यार्ति हरे देवी नारायणि नमोस्तुते। सर्वस्यार्ति हरे देवी നാരായണി നമോസ്തുതേ. വളരെയധികം നാളുകളായി ശ്രീമദ് ഭാഗവതത്തിൻ്റെ സാരമായ നാരായണീയത്തിൻ്റെ സമ്പൂർണ്ണ പാരായണത്താലും ഈ സത്രം തുടങ്ങിയപ്പോൾ മുതൽ ഭാഗവത കഥകളും ശ്രീരാമകഥകളും വളരെയധികം പ്രഭാഷണങ്ങൾ കൊണ്ട് ദിവ്യവും നവ്യവും ചൈതന്യവത്തുമായി തീർന്നിരിക്കുന്ന ഈ വേദിയിൽ എനിക്ക് ഇവിടെ എത്താൻ നിമിത്തമായി തീർന്ന എല്ലാ മഹാത്മാക്കളുടെയും ഭഗവാന്റെയും പാദപത്മങ്ങളിൽ നമസ്കരിക്കുന്നതോടൊപ്പം ഈ വേദിയിലെത്തിയിരിക്കുന്ന എല്ലാ പുണ്യാത്മാക്കൾക്കും സ്നേഹാദര നമസ്കാരം. ഇവിടെ എത്തുക എന്നുള്ളത് തന്നെ ഈശ്വരേച്ഛ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു ഭാഗവത സത്രം, ആ പേര് പറയുമ്പോൾ തന്നെ പുണ്യമാണ്. അപ്പം പിന്നെ അതിൽ പങ്കെടുക്കുമ്പോഴത്തെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശ്രീമദ് ഭാഗവതാഖ്യോഹം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന്. ഭാഗവതം തന്നെയാണ് സ്വയം ഭഗവാൻ എന്ന്. കാരണം ഭഗവാന്റെ അവതാരോദ്ദേശം പൂർത്തീകരിച്ച് സ്വധാമത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രത്യക്ഷ കൃഷ്ണനായിട്ട് ഭഗവാൻ വെച്ചിട്ടുള്ളതാണ് ഭാഗവതം. ആ ഭാഗവതത്തിലെ ഓരോ ശ്ലോകമെങ്കിലും ദിവസവും ജപിക്കാൻ, പാരായണം ചെയ്യാൻ ഭാഗ്യം കിട്ടിയാൽ അതിൽ വലിയ ഭാഗ്യമൊന്നുമില്ലെന്നാണ്. അങ്ങനെയുള്ള ആ ഭാഗവത കഥ മുഴുവൻ വളരെയേറെ വിസ്തരിച്ച് വളരെയധികം മഹാത്മാക്കളിൽ നിന്ന് ചില കാര്യങ്ങളുണ്ട്
പറയുന്നത് പണ്ഡിതരാണെങ്കിൽ പോലും അതിനേക്കാളും ഫലം ലഭിക്കുന്നത് മഹാത്മാക്കളുടെ വാക്കുകളിൽ കൂടിയാണ്. നമുക്ക് മറ്റ് കഥകളിലേക്കൊന്നും കടക്കാനുള്ള സമയമില്ല, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. വില്വമംഗലത്തിൻ്റെയും കുറൂരമ്മയുടെയും കഥയിൽ വില്വമംഗലം പറയുന്ന കാര്യം ഫലിച്ചില്ലെങ്കിൽ പോലും കുറൂരമ്മ പറഞ്ഞാൽ അത് ഫലിക്കുമായിരുന്നു. അത് ഭക്തി, ഭഗവാനോടുള്ള ഭക്തി കൊണ്ടാണ് അത് സാധിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും പ്രധാനമായിട്ട് വേണ്ടത് ഭക്തിയാണ്. ശ്രീ വിവേക ചൂടാമണിയിൽ, ശങ്കരാചാര്യ വിരചിതമായ വിവേക ചൂടാമണിയിൽ അതിൻ്റെ ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത് ദുർലഭം ത്രയമേവൈതദ് ദൈവാനുഗ്രഹഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയം എന്നിങ്ങനെയാണ്. ദുർലഭമായിട്ടുള്ള 3 കാര്യങ്ങൾ, ദൈവാനുഗ്രഹത്തിന് കാരണമാകുന്ന 3 കാര്യങ്ങൾ, അത്യന്തം ദുർലഭമായിട്ടുള്ളത്, ലഭിക്കാൻ പ്രയാസമായിട്ടുള്ളത്. ഒന്ന് മനുഷ്യത്വം, മനുഷ്യനായി ജനിക്കുക എന്നുള്ള ഒരു അവസ്ഥ. നമുക്കൊക്കെ അറിയാം, നമ്മൾ വളരെയേറെ കേട്ടിട്ടും പഠിച്ചിട്ടുമുണ്ട്, വളരെ ലളിതമായിട്ട് ജ്ഞാനപ്പാനയിൽ കൂടെ കേട്ടിട്ടുണ്ട്. അനേകം ജന്മങ്ങൾ കഴിഞ്ഞ് പുഴുവായും ഈച്ചയായും പൂച്ചയായും അങ്ങനെ കുറേയേറെ ജന്മങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് മനുഷ്യജന്മം ലഭിക്കുന്നത്. അങ്ങനെ മനുഷ്യജന്മം ലഭിച്ചാൽ തന്നെ മുമുക്ഷുത്വം, മോക്ഷം വേണം എന്നുള്ള ആഗ്രഹം, അതുണ്ടാവുന്ന വളരെ പ്രയാസമാണ്. അതും ഭഗവാൻ പറയുന്നുണ്ട് ഗീതയിൽ, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യദദാം അഭിസിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. 1000 ആളുകൾക്കിടയിൽ ഒരാൾ മാത്രമേ ഇങ്ങനെ ഒരു പാതയിലേക്ക് വരുള്ളൂ. പിന്നെ നമുക്കതിൽ വിഷമിക്കാനില്ല. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടത് വളരെ ദുർലഭമാണെന്നുള്ളത്. പിന്നെ അതിന് നമ്മൾ പ്രാർത്ഥിക്കുക, ഈശ്വരനോട് പ്രാർത്ഥിക്കുക. മുമുക്ഷുത്വം ഉണ്ടാവാനും പ്രാർത്ഥന വേണം. അടുത്തത് മഹാപുരുഷ സംശ്രയമാണ്. മഹാത്മാക്കളെ കണ്ടെത്തുക. ഒന്നും നാമം ജപിച്ചില്ലെങ്കിലും ഒരു സത്കർമ്മം ചെയ്തില്ലെങ്കിലും മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ട് മോക്ഷം വരെ സാധിക്കും. ഇന്നത്തെ കാലത്ത് ഈ കലിയുഗത്തിലും അങ്ങനെ മഹാത്മാക്കളെയൊക്കെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. പണ്ട് കാലത്തൊക്കെ മഹർഷിമാരും സന്യാസിമാരും എല്ലാവരും ധാരാളം സഞ്ചരിക്കുമായിരുന്നു. യഥാർത്ഥ മഹാത്മാക്കളായിരുന്നു. അവരിൽ നിന്നൊക്കെ അങ്ങനെ സാധിക്കുമായിരുന്നു. അവരൊക്കെ ഒരു ദർശന പുണ്യം തന്നെ മതിയായിരുന്നു എല്ലാത്തിനും. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഈ കലിയുഗത്തിൽ എല്ലാത്തിനും മാറ്റമാണ്. ഒരുപാട് മാറ്റം വന്നിരിക്കുകയാണ്. ഭക്തിക്ക് വരെ മാറ്റമാണ്. ഭക്തി വരെ കച്ചവടം ചെയ്യുന്ന ഒരു അവസ്ഥ കലിയുഗത്തിലുണ്ടാവുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ മഹാത്മാക്കളിൽ നിന്നുള്ള പുണ്യം നേടാൻ നമുക്ക് ചിലപ്പോൾ പ്രയാസമായിരിക്കും. ഉണ്ട്, വളരെയേറെ മഹാത്മാക്കളുണ്ട്, അറിയപ്പെടാതെ, നമുക്കറിയില്ല, നല്ലതും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ, അതാണ് ആ മഹാത്മാക്കളുടെ ഭാഗത്ത് നമുക്കിനി കിട്ടുന്നത്. ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ, അതിൽ നിന്നുള്ള പുണ്യം. ഭാഗവത സപ്താഹം, മറ്റുള്ള യജ്ഞങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം മഹാത്മാക്കളും പണ്ഡിതന്മാരും ഒക്കെ വരും. അവരുടെയൊക്കെ പ്രഭാഷണങ്ങൾ കേൾക്കുക. എല്ലാത്തിൽ നിന്നും നമുക്ക് സ്വീകരിക്കാവുന്നത് നല്ലതിനെ സ്വീകരിക്കുക. ഒരു സത്രത്തിലോ ഒരു സപ്താഹത്തിലോ പങ്കെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും നല്ല കാര്യം സ്വജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കുകയാണെങ്കിൽ ആ യജ്ഞം തന്നെ അവിടെ ധന്യമായി തീരുകയാണ്. മനുഷ്യർക്ക് പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ യജ്ഞങ്ങളൊക്കെ നടത്തുന്നത്. അതെല്ലാവരും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. എനിക്കിവിടെ ഇന്ന് കിട്ടിയിരിക്കുന്നത് നാരദ പരീക്ഷയും ബാണയുദ്ധവുമാണ്. ഇത് രണ്ടും കുറച്ച് വിസ്തരിച്ച് പറയണമെങ്കിൽ തന്നെ 2-3 മണിക്കൂർ വേണ്ടി വരും. ഇപ്പോൾ 3/4 മണിക്കൂർ സമയമേ ഉള്ളൂ. ഞാനത് വളരെ സ്പീഡിൽ അങ്ങ് പോവുകയാണ്. അതിൻ്റെ ചില ഭാഗങ്ങളൊന്നും എനിക്ക് ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല, ക്ഷമിക്കണം. നാരദ പരീക്ഷ.
ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, എന്താണ് ഈ നാരദ പരീക്ഷ? നാരദൻ ആരെയെങ്കിലും പരീക്ഷിക്കുവാണോ അതോ നാരദനെ പരീക്ഷിക്കുവാണോ? ഒരു കൺഫ്യൂഷൻ. ശരിക്കും രണ്ടും നടക്കുന്നുണ്ട് അവിടെ. നാരദൻ പരീക്ഷിക്കാനായിട്ട് പോവാണ്. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 69ാമത്തെ അധ്യായമാണ് നാരദ പരീക്ഷ. ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ ഒരു ദിവസം നാരദന് തോന്നി, ഇന്ന് ദ്വാരകയിലോട്ട് പോകാം. ദ്വാരക ഭൂമിയിലെ സ്വർഗമാണ്. കാരണം ഭഗവാൻ അവിടെയാണ്. ഭഗവാനും ലക്ഷ്മി ദേവിയും എല്ലാവരും അവിടെയാണ് ഉള്ളത്. മാത്രമല്ല സർവ്വ ഐശ്വര്യങ്ങളും കൂടെയുണ്ട്. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവി ഉണ്ടാവും. അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും അവിടെ ഉണ്ടാവും. അങ്ങനെ ആ ഭൂമിയിലെ സ്വർഗമായ ദ്വാരകയിലേക്ക് പോയി. അവിടെ ചെന്ന് ആ പാരിജാത തണലിങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ ഒരു കുസൃതി തോന്നി. ഈ നരകാസുരൻ എന്ന് പറഞ്ഞൊരു ഭയങ്കരനെ ഭഗവാൻ ഒറ്റയ്ക്ക് യുദ്ധത്തിൽ വധിച്ചു. എന്നിട്ട് അയാളുടെ കാരാഗൃഹത്തിലുണ്ടായിരുന്ന 16,000 സുന്ദരിമാരെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന് അവരെ തിരിച്ച് അവരവരുടെ രാജ്യങ്ങളിലോ വീടുകളിലോ സ്വീകരിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് ഭഗവാൻ തന്നെ അവർക്ക് അഭയം കൊടുക്കുകയാണ്. അങ്ങനെ ദ്വാരകയിൽ ഇവർക്ക് എല്ലാവർക്കും ഓരോ രമ്യഹർമ്മ്യങ്ങൾ, വിശ്വകർമാവാണ് നിർമ്മിക്കുന്നത്, എല്ലാം ഒരുപോലെ. കാരണം സ്ത്രീകളല്ലേ, ഒരാൾക്കൊരു അല്പം വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് പാർഷ്യാലിറ്റി ആയിട്ട് കണക്കാക്കും. അപ്പോൾ ഒരുപോലെയുള്ള ഗൃഹങ്ങൾ പണിത് ഇവരെ ഈ 16,000 പേരെയും പിന്നെ തൻ്റെ പ്രധാനമായ 8 പത്നിമാരെയും എല്ലാവരെയും താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നാരദൻ ആലോചിച്ച് കാണും, ചിലപ്പോൾ സാധാരണ മനുഷ്യർക്ക് ഒരു ഭാര്യയെ പോറ്റിക്കൊണ്ട് പോകാൻ തന്നെ വലിയ പ്രയാസമാണ് എല്ലാ തരത്തിലും. അപ്പോൾ ഈ 16,008 സ്ത്രീകളെ എങ്ങനെയാണ് ഭഗവാൻ ഒരുപോലെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത് എന്നൊന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെന്നു. അപ്പോൾ ദ്വാരപാലകന്മാർ നാരദർക്ക് എല്ലായിടത്തും കയറി ചെല്ലാനുള്ള അധികാരമുള്ള ആളാണല്ലോ. അപ്പോൾ വഴി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ചോദിച്ചു, ഭഗവാൻ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചു. പറഞ്ഞു, രുക്മിണി ദേവിയുടെ ഗൃഹത്തിലുണ്ട് എന്ന് പറഞ്ഞു. അവിടോട്ട് ചെന്നപ്പോൾ രുക്മിണി ദേവിയും ഭഗവാനും കൂടെ നാരദർ വരുന്ന കണ്ട് എഴുന്നേറ്റ് വന്ന് സ്വീകരിച്ച് കൊണ്ടുപോയി അർഘ്യപാദ്യാദികളൊക്കെ ചെയ്ത് പൂജിച്ചു. അപ്പോൾ നാരദരോട് ചോദിക്കുക, എന്താ ഇപ്പം ഇങ്ങോട്ട് വരാൻ കാരണം? എന്തെങ്കിലും വിശേഷാൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഭഗവാൻ എല്ലാം അറിയാം, നാരദൻ എന്തിനാണ് വന്നത് എന്നുള്ളതും അറിയാം. എന്നിട്ടും വെറുതെ ഒരു ചോദ്യം. അങ്ങനെ ചോദിച്ചപ്പോൾ നാരദനൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ പരീക്ഷിക്കാൻ വന്നാണെന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാതെ തട്ടിമുട്ടിയൊക്കെ നിന്നു. ഇല്ല, വെറുതെ ഇതിലെ പോയ വഴിക്കൊന്ന് കയറിയതാണ് എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയും, ഞാൻ ഇപ്പം തന്നെ അങ്ങ് പോവുകയാണ്, പെട്ടെന്ന് തന്നെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയും ചെയ്തു. പിന്നെയും ചിന്തിച്ചു, ഇനി അടുത്ത ഗൃഹത്തിൽ കയറണോ? എന്തായാലും കയറാം. മായയാണ് അവിടെ, ഭഗവാന്റെ മായയാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത ഗൃഹത്തിലേക്കും പോയി. സത്യഭാമയുടെ ഗൃഹത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ചൂത് കളിയാണ്. അവർ രണ്ടുപേരും കൂടിയിട്ട് ചൂത് കളിച്ചുകൊണ്ടിരിക്കുക. നാരദൻ കയറി ചെന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, നാരദരോ ഈ വഴിക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭഗവാൻ അവിടെയുണ്ട്. രുക്മിണിയുടെ ഗൃഹത്തിൽ ചെന്ന് 1 മിനിറ്റ് ആയിട്ടില്ല, അപ്പുറത്തോട്ട് ചെന്നപ്പോൾ ഭഗവാൻ അവിടെയുണ്ട്. നാരദരോ, ഇവിടെ ഈ സത്യഭാമ ഞാൻ കള്ളച്ചൂത് കളിച്ചു എന്നും പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങ് വന്നത്. എന്തായാലും നന്നായി, വലിയ വഴക്ക് അങ്ങ് ഒഴിവായി കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് സ്നേഹത്തോടു കൂടിയൊക്കെ സംസാരിച്ചു. നിങ്ങൾ നിങ്ങളുടെ കളി തുടർന്നോളൂ, ഞാൻ വെറുതെ ഒന്ന് വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജാള്യത മറയ്ക്കാൻ പാടുപെട്ട് നാരദർ അവിടുന്ന് പോയെന്നാണ്. അടുത്ത ഗൃഹത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ സന്ധ്യാവന്ദനത്തിന് ഒരുങ്ങാണ് ഭഗവാൻ. അപ്പോൾ സത്യ അവിടെ പൂ പറിച്ചുകൊണ്ടിരിക്കണു ഭഗവാന് പൂജയ്ക്ക് വേണ്ടിയിട്ട്. അവിടുന്നും പോന്നു. അങ്ങനെ മിത്രവിന്ദ, കാളിന്തി, ഇവരുടെ ഓരോരുത്തരുടെ ഗൃഹത്തിലേക്കും ഈ 16,008 പേരുടെയും ഗൃഹത്തിൽ പോയി എന്നാണ് പറയുന്നത്. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അവിടെ എല്ലാം ഭഗവാനുണ്ട്. അപ്പോൾ ഓരോരുത്തർ ചെല്ലുമ്പോൾ ഭഗവാൻ സന്ധ്യാവന്ദനം ചെയ്യുന്നു, ചിലടത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ചിലടത്ത് കഥ പറയുന്നു, ചിലടത്ത് ഭഗവാൻ ഉറങ്ങുമ്പോൾ അവിടെ വീശിക്കൊണ്ട് പത്നി അടുത്ത് നിൽക്കുന്നു, ചിലടത്ത് കുട്ടികളുടെ വിവാഹകാര്യം സംസാരിക്കുന്നു. അങ്ങനെ ഓരോ തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് അപ്പം നാരദന് ആകെ ഒരു തല കറങ്ങുന്ന പോലെ ഒരവസ്ഥ. ഇത് എവിടെ ചെന്ന് നോക്കിയാൽ അവിടെ എല്ലാം ഭഗവാൻ ഉണ്ടല്ലോ എന്ന്. നാരദർക്ക് അറിയാവുന്നതാണ് ഭഗവാൻ സർവ്വവ്യാപിയാണെന്ന്. പക്ഷേ ആ സമയത്ത് ആ മായ
അത് നാരദനെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചതാണ്. ഇങ്ങനെ ഓരോരുത്തരുടെയും ഗൃഹങ്ങളിൽ നാരദൻ ചെന്നു. അപ്പോൾ തിരിച്ചു പോന്നിട്ട് സഭയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ബലഭദ്രരാമനും ശ്രീകൃഷ്ണനും മറ്റ് മന്ത്രിമാരും എല്ലാവരും കൂടി ലോകകാര്യങ്ങൾ, ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇനി ഒന്ന് ഇത്രയൊക്കെ ആയാലും ഇനി ദേവകിയുടെ അടുത്തൊന്ന് പോയി നോക്കാം, അവിടെയും കൂടെ ഒന്ന് നോക്കാനുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ അമ്മയുമായിട്ടിരുന്ന് ലോകകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് മിണ്ടാതെ ഇറങ്ങി പോന്നിട്ട് തിരിച്ച് ഈ പാരിജാത തണലിൽ തന്നെ വന്ന് ഇരിക്കാൻ വന്നപ്പോൾ അവിടെയുണ്ട് ഭഗവാൻ, അവിടെ ഇരിക്കുന്നു. അപ്പം നാരദർക്ക് അറിയാം, എങ്കിലും ഭഗവാനെ തൊഴുത് നമസ്കരിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്, ഞാനിങ്ങനെ ഇതിനായിട്ട് വന്നതാണ്. അപ്പോൾ ഭഗവാൻ പറയും, സാരമില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. സത്യങ്ങൾ അറിയുന്നവരും അത് അറിഞ്ഞിട്ട് ലോകത്തിന് വേണ്ടി ഉപകരിക്കുന്നവരുമാവണം മനുഷ്യരെന്ന്. നാരദൻ ഇങ്ങനെ വെറുതെ സഞ്ചരിക്കുക മാത്രമല്ല, നമ്മളൊക്കെ പറയും നാരദൻ ഒരു വഴക്കുണ്ടാക്കുന്ന ആളാണ്, തമ്മിൽ തല്ലിപ്പിക്കുന്ന ആളാണെന്നൊക്കെ പറയും. സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല. നാരദൻ നാരം ദദാതി ഇതി നാരദഃ എന്നാണ്, അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആൾ എന്നാണ് നാരദൻ. നാരദൻ്റെ തന്നെ നമുക്കറിയാമല്ലോ, നാരദൻ്റെ പൂർവജന്മത്തിൽ എത്ര പുണ്യം ലഭിച്ചാലാണ് ഭഗവാനെ എപ്പോഴും കാണാനുള്ളൊരവസ്ഥ ഉണ്ടാവുക. നാരദൻ്റെ പൂർവ്വജന്മത്തിൽ നമുക്കറിയാം, നാരദൻ ഒന്ന് തൻ്റെ ഉൾക്കണ്ണുകൊണ്ട് ഒന്ന് കാണാനേ പറ്റിയുള്ളൂ, ഒരു സെക്കൻഡ് നേരം. ആ കാഴ്ചയാണ് നാരദനെ കൂടുതൽ തപസ് ചെയ്ത് അടുത്ത ജന്മത്തിൽ ഇങ്ങനെ എപ്പോഴും ഭഗവാന്റെ പാർഷദനായി ഇരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിക്കൊടുത്തത്. ഭഗവാൻ തൻ്റെ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ലോകത്തിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നാരദനെ ഒരു പരീക്ഷ ഇങ്ങനെ ചെയ്തത്. നാരദൻ ഭഗവാന്റെ കുടുംബത്തിൽ എങ്ങനെയാണെന്ന് പരീക്ഷിക്കാൻ പോയതാണ്. പക്ഷേ നാരദനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നാരദൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ്. ഇത് എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും. ഒരു ഗൃഹസ്ഥാശ്രമി എങ്ങനെയൊക്കെയാണ് ഗൃഹസ്ഥധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപകരണമായിട്ട് നാരദനെ അവിടെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നാരദൻ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടെ തൻ്റെ സഞ്ചാരം തുടർന്നു. അടുത്തത് ബാണയുദ്ധമാണ്. ശരിക്കും ഇത് അധ്യായം 62, 63 വരുന്നത്. ബാണയുദ്ധം കഴിഞ്ഞിട്ടാണ് നാരദ പരീക്ഷ ഗ്രന്ഥത്തിൽ വരുന്നത്. ബാണയുദ്ധം എന്ന് നമ്മൾ ചിന്തിച്ചാലും അവിടെ യുദ്ധത്തിലെ മെയിൻ കഥാപാത്രങ്ങൾ പരമശിവനും കൃഷ്ണനുമാണ്. ബാണയുദ്ധം എന്നാണ് അതിന് പേരെന്നേ ഉള്ളൂ. ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായ മഹാവിഷ്ണു ഭക്തനായ പ്രഹ്ലാദൻ്റെ പൗത്രനായ മഹാബലിയുടെ മൂത്ത പുത്രനാണ്. 100 പുത്രന്മാരുണ്ട്. അതിൽ മൂത്ത പുത്രനാണ് ബാണൻ. വളരെ മിടുക്കനാണ്, ശക്തിമാനാണ്, ബുദ്ധിമാനാണ്. പിന്നെ അസുരന്മാർക്കൊക്കെ ചില പ്രത്യേകതകളുണ്ട്, മനുഷ്യരെയും ദേവന്മാരെയും ഒക്കെ അപേക്ഷിച്ചിട്ട്. അവർ കഠിനാധ്വാനികളാണ്. ഈ ബാണാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വളരെയധികം വരങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നു. ദീർഘായുസ്സും ആയുരാരോഗ്യ സൗഖ്യവും ബലവും കുറേ യുദ്ധസാമർഥ്യവും, അങ്ങനെ കുറേ വരങ്ങൾ. ആ അത്രയേറെ വരം കിട്ടിയത് കൊണ്ട് തന്നെ അയാൾ ഒരു അഹങ്കാരിയായി തീർന്നിട്ടുമുണ്ട്. ഐശ്വര്യ മതം എന്ന് പറയും. വളരെയധികം തൻ്റെ അടുത്തുള്ള അയൽ രാജ്യങ്ങളെ മുഴുവനും ആക്രമിച്ച് അവിടുത്തെ മുഴുവനും സമ്പത്തും കൊള്ളയടിച്ചോ, അല്ലെങ്കിൽ കൊള്ളയടിക്കേണ്ട കാര്യമില്ല, അവരെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അധീനത്തിലായി. അതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഒരു മഹാനഗരി തന്നെ സ്ഥാപിച്ചു. ശോണിതപുരം എന്നാണ് ബാണൻ്റെ ആ നഗരിയുടെ പേര്. എന്നാൽ എന്തൊക്കെ പറഞ്ഞാലും ബാണൻ ഒരു വലിയ ശിവഭക്തനാണ്. നമുക്കറിയാലോ, നമ്മൾ വളരെ ദുഷ്ടനെന്ന് മുദ്ര കുത്തിയിട്ടുള്ള
രാവണൻ വലിയ ശിവഭക്തനായിരുന്നു. ശിവതാണ്ഡവ സ്തോത്രം വരെ രചിച്ചിട്ടുണ്ട് രാവണൻ. അതുപോലെ ബാണനും വലിയ ഭക്തനാണ്. ഇങ്ങനെ ഈ ശോണിതപുരത്തിൽ ചക്രവർത്തിയായിട്ട് സുഖമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു വരുന്നതിലിടയ്ക്ക് ഒരു ദിവസം പെട്ടെന്ന് ബാണന് തോന്നി തനിക്ക് പരമശിവനെ ഒന്ന് കാണണം. അങ്ങനെ തോന്നിയ കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ അങ്ങ് പുറപ്പെടുകയാണ്. മനുഷ്യരെ പോലെ നമുക്കത് ആലോചന ചെയ്യാനൊന്നുമില്ല. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് പോകാനുണ്ടോ, അങ്ങനെയൊന്നും ആലോചിക്കാനൊന്നുമില്ല. പോകണം തോന്നി അപ്പോഴേ അങ്ങ് പോവുക. അങ്ങനെ കൈലാസത്തിലേക്ക് അവിടെ ചെന്നപ്പോൾ ശിവനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ശിവപാർഷദന്മാർ പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് ഓടി വന്നാലൊന്നും ശിവനെ കാണാനൊന്നും പറ്റില്ല. അതിന് ചില നിയമങ്ങളുണ്ട്. കഠിന തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തണം, എങ്കിലേ കാണാൻ പറ്റുള്ളൂ. ഒന്നും മറുപടി പറയാനില്ല. ഓക്കെ, ആ കൈലാസത്തിൻ്റെ താഴ്വരയിലൊക്കെ ഇറങ്ങിച്ചെന്ന് അവിടെ തന്നെ ചെന്ന് തപസ് ചെയ്യാൻ തുടങ്ങുകയാണ്. മനുഷ്യനെന്താ ചെയ്യുക? അയ്യോ, 2 ദിവസത്തെ അവധി എടുത്തിട്ടായിരുന്നു ഒരു സ്ഥലത്തേക്ക് വന്നത്. ഇവിടെ കുറേ ദിവസം നിന്ന് തപസ് ചെയ്ത് കാണാനെന്നുള്ള സമയമൊന്നും നമുക്കില്ല. അവിടെ തിരിച്ചങ്ങ് പോവുകയാണ്. പോയിട്ട് പിന്നെ സൗകര്യം പോലെ ഒരു ദിവസം വരാം എന്ന് വിചാരിക്കും നമ്മളൊക്കെ. ദേവന്മാരാണെങ്കിലോ അവരങ്ങേയറ്റത്തെ അലസരാണ്. സുരാപാനവും അപ്സരസ്സുകളുടെ നൃത്തവും അങ്ങനെയൊക്കെ ആയിട്ട് അലസരായിട്ട് സുഖലോലുപരായിട്ട് കഴിയാണ് ദേവന്മാർ. അതുകൊണ്ട് തന്നെ പലപ്പോഴും യുദ്ധമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ദേവന്മാർ തോറ്റുപോകും, അസുരന്മാർ ജയിക്കും. എന്നിട്ട് ഇവർ കുറേ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മഹാവിഷ്ണുവൊക്കെ ഇടപെട്ടിട്ട് തിരിച്ച് യുദ്ധമൊക്കെ ചെയ്തിട്ട് സ്വർഗം പിടിച്ചു കൊടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവുക. ഈ അലസത കൊണ്ടും സുഖലോലുപത കൊണ്ടും ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ അസുരന്മാരങ്ങനെയല്ല. ഒരു കാര്യം സാധിക്കണം, നേടണം എന്ന് വിചാരിച്ചാൽ അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യും. പിന്നെ അത് നേടിയിട്ടേ ഉള്ളൂ അടുത്ത കാര്യം. അവിടെ തപസ് തുടങ്ങി ബാണൻ. സാധാരണ രീതിയിലല്ല, ഒരു പ്രത്യേക രീതിയിലായിരുന്നു ബാണൻ്റെ തപസ് എന്നാണ് പറയുന്നത്. മുരശ് എന്ന് പറഞ്ഞ ഒരു വാദ്യോപകരണമുണ്ട്. ആ വാദ്യോപകരണം എടുത്തുകൊണ്ട് ഭഗവാന്റെ ശിവതാണ്ഡവം മനസ്സിൽ സങ്കല്പിച്ച് ആ ശിവതാണ്ഡവത്തിലെ ഭാവങ്ങളും താളങ്ങളും സംഗീതമൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഈ മുരശിൽ അത് വായിക്കുക. ഇപ്പോൾ സിനിമാ പാട്ടും അല്ലെ ഭക്തിഗാനങ്ങളൊക്കെ വയലിന് വായിക്കും, അതുപോലെ വീണയിൽ വായിക്കും. അതുപോലെ ഈ മുരശ് എന്ന ഈ സംഗീതോപകരണത്തിൽ ശിവതാണ്ഡവ നൃത്തം ആവിഷ്കരിക്കുക. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള തപസ്സാണ് ബാണൻ ചെയ്തതെന്നാണ് പറയുന്നത്. ഇങ്ങനെ കുറേ നാൾ കൊണ്ടാണിത് ഈ സംവിധാനം ചെയ്യുന്നത്. അങ്ങനെ കുറേ നാളത്തെ തപസ് കഴിഞ്ഞു. ശിവന് വളരെ സന്തോഷമായി. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഗീതാവിഷ്കാരം. അങ്ങനെ സന്തുഷ്ടനായിട്ട് ശിവൻ അങ്ങോട്ട് ചെന്നു, പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങോട്ടൊന്നും വരവൊന്നും ചോദിക്കുന്നൊന്നുമില്ല. ഈ സന്തോഷത്തിൻ്റെ കൂടുതൽ കൊണ്ട് ശിവൻ അങ്ങോട്ടങ്ങ് അനുഗ്രഹിച്ച് വരം കൊടുക്കുകയാണ്. നിനക്ക് ഞാനിതാ 1000 കൈകൾ തന്നിരിക്കുന്നു. നീ നിൻ്റെ 2 കൈ കൊണ്ട് ഇത്രയൊക്കെ സംഗീതോപകരണത്തിൽ ഇങ്ങനെയൊക്കെ വായിക്കുന്ന, ഇങ്ങനെ 1000 കൊണ്ട് വായിച്ചോട്ടെ എന്നുള്ളതായിരിക്കാം എന്തോ. നിനക്ക് ഞാൻ 1000 കൈകൾ തരാം. അത്രയും ശക്തിയാണ്, ബലമാണ്, യുദ്ധം ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ആണെങ്കിലും. അപ്പോൾ ബാണന് സന്തോഷമായി. എന്നിട്ട് തൊഴുതുകൊണ്ട് പറഞ്ഞു, എനിക്ക് എക്സ്ട്രാ ഒരു വരം കൂടെ വേണമായിരുന്നു. അപ്പോൾ ശിവനിങ്ങനെ സന്തുഷ്ടനായിട്ട് നിൽക്കുകയല്ലേ. നീ ചോദിച്ചോ, എന്താ വേണ്ട ചെപ്പ് തരാം എന്ന് പറയും. അങ്ങ് എൻ്റെ ഗോപുരത്തിൽ കാവൽക്കാരനായിട്ട് നിൽക്കണം. നല്ല വരം. ശിവനൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരി, എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, പ്രത്യക്ഷപ്പെട്ടു പോയില്ലേ, ഇനി കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല, പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അഹങ്കാരം കൊണ്ടാണ് ബാണൻ ഇത്രയും ചോദിച്ചത്. താൻ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ ദേവനോട് തൻ്റെ കൊട്ടാരം കാവൽക്കാരനായിട്ട്, ദ്വാരപാലകനായിട്ട് നിൽക്കാനാണ് ആവശ്യപ്പെട്ടത്. ശിവൻ സമ്മതിച്ചു. അങ്ങനെ പോയി. വേറെ മാർഗമില്ല. അവിടെ ചെന്ന് അങ്ങനെ ശിവൻ അവിടെ കൊട്ടാരത്തിന് കാവലായി നിൽക്കുകയാണ്. കുറേ നാളുകൾ അങ്ങനെ കഴിഞ്ഞു പോയി. ബാണാസുരൻ തൻ്റെ ശക്തി
അഹങ്കാരം ഇതൊക്കെ പ്രകടിപ്പിക്കാൻ പല സ്ഥലത്തൊക്കെ പോയിട്ട് യുദ്ധങ്ങളൊക്കെ നടത്തും, അങ്ങനെയൊക്കെ വരും. കുറേ നാൾ കഴിഞ്ഞ് ഒരു ദിവസം വന്ന് ശിവൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഭഗവാനെ, ഈ 1000 കൈകൾ കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവുമില്ല, ഇതെനിക്ക് വലിയ ഭാരമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. എന്താ കാരണം? ആരെങ്കിലും യുദ്ധത്തിന് എതിരിടാൻ വന്നെങ്കിൽ മാത്രമേ ഈ 1000 കൈകൾ കൊണ്ട് എനിക്ക് പ്രയോജനമുള്ളൂ, അല്ലാത്തടത്തോളം ഇതെനിക്ക് ഭാരമാണ്. ഇപ്പോൾ ആരും എന്നോട് യുദ്ധം ചെയ്യാൻ വരാനില്ല, എല്ലാവർക്കും എന്നെ പേടിയാണ്. ഞാൻ പർവ്വതങ്ങളെയൊക്കെ ഇടിച്ച് പൊടിച്ചു കളയും. ദിഗ്ഗജങ്ങളോട് എതിർക്കാൻ ചെന്നപ്പോൾ അവരൊക്കെ പേടിച്ചോടിപ്പോയി. അതുകൊണ്ട് ഈ ലോകത്ത്, അല്ലെങ്കിൽ 3 ലോകങ്ങളിലും 7 ലോകങ്ങളിലും എന്നോട് ഇനി യുദ്ധം ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് എനിക്കിനി ഈ കൈകളുടെ ഒന്നും ആവശ്യമില്ല, ഇത് ഈ ഭാരം കൊണ്ട് നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം വിചാരിക്കുകയാണ്, ഞാൻ അങ്ങുമായിട്ടൊരു രണോത്സവം നടത്താൻ ആഗ്രഹിക്കുന്നു, ശിവനോട് യുദ്ധം ചെയ്യണമെന്ന്. അപ്പോൾ ശിവന് ദേഷ്യം വന്നു. ദേഷ്യപ്പെട്ടിട്ട് ശിവൻ പറയും, അധികം ദിവസം കഴിയാതെ തന്നെ, കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിന്നോട് യുദ്ധം ചെയ്യാൻ ഒരു വ്യക്തി വരും, നിനക്ക് ചേർന്ന ഒരു പ്രതിയോഗി വരും. അന്ന് അയാൾ നിൻ്റെ ഈ കൈകളെല്ലാം ഇല്ലാതാക്കുകയും ചെയ്യും. ആ വരുന്ന ദിവസം അറിയാൻ ഒരു അടയാളം കൂടെ ശിവൻ പറഞ്ഞു. നിൻ്റെ കൊടിമരം, ആ കൊട്ടാര മുറ്റത്തുള്ള കൊടിമരം ഒടിയുന്ന ദിവസം നിന്നോട് യുദ്ധം ചെയ്യാനുള്ള പ്രതിയോഗി അവിടെ എത്തും. ബാണനൊരു സന്തോഷമായി, ചിരിച്ച്. മൂഢനായതുകൊണ്ടാണ് തൻ്റെ കേതു ഒടിയുമെന്നും തന്നോട് യുദ്ധം ചെയ്യാൻ വരുമെന്നും തൻ്റെ അഹങ്കാരം ശമിപ്പിക്കുമെന്നും പറഞ്ഞിട്ടും അത് അകത്തോട്ട് കയറിയില്ല. തന്നെ ജയിക്കാൻ ആരുമില്ല, തന്നെ ആരും തോൽപ്പിക്കാനില്ല എന്നുള്ള വിശ്വാസം കൊണ്ട്, മൂഢത്വം കൊണ്ട് ബാണൻ അഹങ്കരിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി, കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ പോയി എങ്കിലും ഓരോ ദിവസവും രഹസ്യമായിട്ട് നോക്കുമായിരുന്നു കൊടിമരം ഒടിഞ്ഞോ എന്ന്. ആരാണ് അത് പേടിച്ചിട്ടല്ല, പേടിയൊന്നും അറിയാൻ വയ്യപ്പോൾ ആ അഹങ്കാരം കയറിയതുകൊണ്ട്. എപ്പോഴാണ് യുദ്ധം ചെയ്യാൻ ആൾ വരുന്നത് എന്നുള്ള ഒരു നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ദേവന്മാരെയും എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് സുഖമായിട്ടിങ്ങനെ കഴിയുകയാണ് ബാണൻ. ഈ സമയത്ത് നാരദ മഹർഷി ഒരു ദിവസം ദ്വാരകയിലേക്ക് വന്നു. ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാനുമായിട്ട് സംസാരിക്കുമ്പോൾ കൂട്ടത്തിൽ പറയാണ്, ഭഗവാനെ, ഞാൻ വന്നത് ഒരു പ്രത്യേക കാര്യത്തിനാണ്. ആ ബാണാസുരൻ എല്ലാ അതിരും വിട്ട് ആളുകളെ അങ്ങേയറ്റം ദ്രോഹിച്ച് ആർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായി എത്തിയിട്ടുണ്ട്. അയാളുടെ അഹങ്കാരം വളരെയധികം കൂടിയിട്ടുണ്ട്. ഇനിയും അയാളെ അഹങ്കാരം ശമിപ്പിച്ചില്ലെങ്കിൽ, വധിക്കണം എന്ന് പറയില്ല ആരും, അഹങ്കാരം ശമിപ്പിച്ചില്ലെങ്കിൽ മനുഷ്യർക്കൊന്നും താങ്ങാൻ പറ്റില്ല, ദേവന്മാർക്കൊന്നും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം. അപ്പോൾ ഭഗവാൻ പറയും, എനിക്കിതറിയാം, ഞാനതിൻ്റെ സമയം നോക്കിയിരിക്കുകയാണ്. അണിയറയിൽ ആ ബാണാസുരൻ്റെ അഹങ്കാരം ശമിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അധികം നാളൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ആ ദിവസം എത്തിച്ചേരും. അപ്പം നാരദൻ പോകും. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ബാണാസുരൻ്റെ കാര്യം അത്രയിൽ നിർത്തിയിട്ട് പോയി. ഭഗവാന്റെ വാക്കുകൾ സത്യമാവണമല്ലോ, വളരെ കുറച്ച് നാളെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് സത്യമാക്കണമല്ലോ. അപ്പോൾ കാലം അതിനുള്ള പണി തുടങ്ങി. ഈ ബാണാസുരന് ഒരു മകളുണ്ട്, ഉഷ എന്നാണ് പേര്. ഉഷസ്സു പോലെ ലാവണ്യവതിയാണെന്നാണ് പറയുന്നത്. സുന്ദരിയാണ്, നല്ല ബുദ്ധിയുള്ളവളാണ്, സന്മനസ്സുള്ളവളാണ്, എല്ലാ തരത്തിലും എല്ലാ ഗുണങ്ങളും സദ്ഗുണങ്ങളും ഒത്തിണങ്ങിയവളാണ് ഉഷ. ഉഷയ്ക്ക് ഒരു കൂട്ടുകാരിയുണ്ട്, ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരി, ചിത്രലേഖ എന്നാണ് പേര്. അത് ബാണൻ്റെ മന്ത്രിയുടെ പേര് കുംഭാണ്ഡനാണ്. ആ കുംഭാണ്ഡൻ്റെ പുത്രിയാണ് ഈ ചിത്രലേഖ. പേര് പോലെ തന്നെ ചിത്രകലയിൽ അതീവ നൈപുണ്യമുള്ളവളാണ് ചിത്രലേഖ. അപ്പോൾ ഈ ഉഷ തൻ്റെ കൊട്ടാരത്തിൽ അവിടെ താമസിക്കുന്ന സമയത്ത് ഭക്തയാണ്, പാർവതിയുടെയും ശിവൻ്റെയും ഒക്കെ ഭക്തയാണ്, സദ്ഗുണസമ്പന്നയാണ്. ഒരു ദിവസം രാത്രി ഒരു സ്വപ്നം കണ്ടു. വളരെ സുന്ദരനായ ഒരു യുവാവ്
തൻ്റെ കൂടെ വന്ന് തന്നെ സന്തോഷിപ്പിക്കുന്നതായിട്ട്, രാത്രിയിൽ ഒരു രതിക്രീഡ അങ്ങനെ സന്തോഷിപ്പിക്കുന്നതായിട്ട്. ഇവൾക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടു ആ യുവാവിനെ. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു നോക്കി, പെട്ടെന്ന് ആളെ കാണുന്നില്ല. സ്വപ്നമായിരുന്നു എന്ന് ഉഷയ്ക്ക് തോന്നുന്നില്ല. അത് യാഥാർത്ഥ്യമായിട്ടാണ് ഉഷ സങ്കല്പിച്ചിട്ടുള്ളത്, അങ്ങനെ കരുതിയിട്ടുള്ളത്. ഉണർന്നപ്പോൾ കാണുന്നില്ല. പെട്ടെന്ന് അവൾക്ക് സഹിക്കാൻ വയ്യാത്ത വിഷമമായി, ഉറക്കെ കരയാൻ തുടങ്ങി. അവിടെ കമന്ന് കിടന്ന് കരയാൻ തുടങ്ങി. സാധാരണഗതിയിൽ ഒരു സ്വപ്നം കാണുന്നത് നമ്മൾ അടുത്ത കാലത്തോ അല്ലെങ്കിൽ കുറേ കാലം മുൻപോ എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ള ആളുകളെയോ എന്തെങ്കിലും നടന്നിട്ടുള്ള കഥകളിൽ കൂടെ ആ കാര്യങ്ങളോ കേട്ടിട്ടുള്ള കാര്യങ്ങളോ കണ്ടിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സിനിമയിൽ കൂടെയോ എങ്ങനെയെങ്കിലുമൊക്കെ പരിചയമുള്ള കാര്യങ്ങളോ വ്യക്തികളെ ആയിരിക്കും സാധാരണഗതിയിൽ സ്വപ്നം കാണുക. ഇവിടെ ഉഷ സ്വപ്നം കണ്ടത് ഒരിക്കൽ പോലും പേര് പോലും കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തി, കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി, കേട്ടിട്ടില്ലാത്തൊരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് സ്വപ്നം കണ്ടത്. അത് സ്വപ്നമായിട്ടല്ല, ശരിക്കൊരു ജീവിതത്തിലൊരു സംഭവമായിട്ടാണ് ഉഷയ്ക്ക് തോന്നിയത്. ഉഷ കരയാണ് കിടന്ന്. അവനെ വിട്ട് എനിക്ക് ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല, നേരം പുലരില്ല, ഈ രാത്രി തന്നെ ഞാൻ മരിച്ചു പോകും എന്നുള്ളൊരു കരയാണ്. അപ്പോൾ ചിത്രലേഖ അടുത്തുണ്ടായിരുന്നു. ചിത്രലേഖ ചോദിക്കും, എന്തിനാ കരയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ആദ്യമൊന്നും പറയില്ല ഉഷ, പറയാനൊരു മടി. കാരണം ഉഷ കന്യകയാണ്. ഒരു പുരുഷനുമൊത്ത് ജീവിച്ചു എന്നുള്ളത് എങ്ങനെ പറയും എന്നുള്ളൊരു പേടിയുണ്ട്, വിഷമമുണ്ട്. ആദ്യമൊക്കെ പറയാതിരുന്നു. പിന്നെ ചിത്രലേഖ അടുത്ത കൂട്ടുകാരി ആയതുകൊണ്ട്, അടുത്ത സുഹൃത്തുക്കളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമല്ലോ എല്ലാവരും. അതുകൊണ്ട് ചിത്രലേഖയുടെ നിർബന്ധം കൊണ്ട് ഉഷ പിന്നെ തുറന്ന് പറയാണ്, ഇങ്ങനെ ഞാൻ ഒരു സ്വപ്നം കണ്ടു. എൻ്റെ വല്ലഭനാണ് അവൻ, എനിക്കിനി അവനെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. ഉഷ പറയുന്നത് വളരെ ഗൗരവമായിട്ടാണ് എന്ന് ചിത്രലേഖയ്ക്ക് മനസ്സിലായി. തൻ്റെ തോഴി വിഷമിക്കുന്നത് കാണാനും വയ്യ. അപ്പോൾ ചോദിക്കും, എങ്ങനെ ഇരിക്കും ആള്? അപ്പോൾ കുറച്ച് അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പം ചിത്രലേഖ ഉടനെ ചിത്രം വരയ്ക്കാനുള്ള സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ടുവന്ന് അവിടെ വെച്ച് ഉഷയുടെ മുൻപിൽ വെച്ച് ദേവന്മാരുടെ മുഴുവനും ചിത്രങ്ങൾ വരച്ച് കാണിച്ചു കൊടുത്തു. ഇതിലാരെങ്കിലും ആണോ? അല്ല. പിന്നെ യക്ഷഗന്ധർവ കിന്നരാദികളെ മുഴുവനും വരച്ചു കാണിച്ചു കൊടുത്തു. അവരാരുമല്ല. മുനികുമാരന്മാർ, വിവാഹപ്രായത്തിലെത്തിയിട്ടുള്ള മുനികുമാരന്മാരുടെ മുഴുവനും ചിത്രങ്ങൾ വരച്ച് കാണിച്ചു കൊടുത്തു. അവരാരുമല്ല. രാജാക്കന്മാരുടെ എല്ലാം ചിത്രങ്ങൾ വരച്ച് കാണിച്ചു കൊടുത്തു. അതൊന്നുമല്ല. ഇനിയിപ്പോൾ ആകെയുള്ളത് യദുവംശം. ആ യദുവംശത്തിലുള്ളവരുടെ ചിത്രമേ വരയ്ക്കാനുള്ളൂ. ഈ ചിത്രലേഖ ഒരു യോഗിനിയാണ്, യോഗസിദ്ധി ഉള്ളവർ, അണിമാതി അഷ്ടൈശ്വര്യ സിദ്ധി ഉള്ളവളാണ് ചിത്രലേഖ. അതുകൊണ്ടാണ് ഇങ്ങനെ സെക്കൻഡ് കൊണ്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ സാധിക്കുന്നതും. അതുപോലെ വേറെ പല കഴിവുകളുണ്ട്. അണിമ, മഹിമ, ഗരിമ, ലഘിമ തുടങ്ങി ഉള്ള ഗുണങ്ങൾ, 8 ഗുണങ്ങളും ചേർന്നവളാണ്. അപ്പോൾ യദുവംശത്തിലെ ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ചപ്പോൾ കുറച്ചു നേരം അതിലോട്ട് നോക്കിയിരുന്നു ഉഷ. എന്നിട്ട് പറയും, ഇതുപോലെയൊക്കെ ഉണ്ട്, ആകൃതി ഇതുപോലെയൊക്കെ തന്നെയാണ്, പക്ഷെ പ്രായം കൊണ്ട് ചേരുന്നില്ല. അപ്പോൾ കൃഷ്ണൻ്റെ പുത്രനായ പ്രദ്യുമ്നൻ്റെ ചിത്രം വരച്ചു. അത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഏതാണ്ടൊക്കെ ഒരു 90% ഒത്തിട്ടുണ്ട്, എങ്കിലും ഒരു കുറച്ചും കൂടിയൊക്കെ ഒരു മാറ്റമുണ്ട്. അപ്പോൾ ചിത്രലേഖയ്ക്ക് മനസ്സിലായി, ഇവൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനിരുദ്ധൻ്റെ കാര്യമാണ്, പ്രദ്യുമ്നൻ്റെ പുത്രനായ അനിരുദ്ധൻ്റെ കാര്യം. പ്രദ്യുമ്നൻ്റെ പുത്രനാണ് അനിരുദ്ധൻ. അപ്പോൾ വളരെ സുന്ദരനാണ് പ്രദ്യുമ്നൻ. അപ്പോൾ അതിനേക്കാളും സുന്ദരനാണ് ശരിക്കും ശ്രീകൃഷ്ണൻ്റെ അതേ ഭാവവും രൂപവും നിറവും ഒക്കെ, ശ്യാമവർണ്ണൻ എന്നും പറയുന്നുണ്ട്. കാമദേവനാണ് പ്രദ്യുമ്നായിട്ട് പുനർജനിച്ചിട്ടുള്ളത്. അപ്പോൾ കാമദേവൻ്റെ അത്ര സൗന്ദര്യം പിന്നെ ആർക്കുമില്ല. അപ്പോൾ ആ കാമദേവൻ്റെ പുത്രനാണ് അനിരുദ്ധൻ. അപ്പോൾ സൗന്ദര്യത്തിൽ ലോകത്തിൽ വെച്ച ഏറ്റവും വലിയ സുന്ദരനാണ്, ശ്യാമവർണ്ണനുമാണ്. ഇപ്പോൾ ഇത് തന്നെയാണ് ഈ ഉഷ പറയുന്നത് എന്ന് ചിത്രലേഖയ്ക്ക് മനസ്സിലായി. അപ്പം ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുകയാണ്. അടുത്ത ആളെ വരയ്ക്കാതെ ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുമ്പോൾ
ഉഷ ചോദിക്കും, നീ എന്താ നീ അടുത്ത ആളെ വരയ്ക്കാത്തത്? ഇതൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട്, അപ്പം നിനക്കറിയാമല്ലോ ഇനി അടുത്തത് ആരാണെന്നുള്ളത് നിനക്ക് ശരിക്കറിയാം, നീ പറയൂ, വരയ്ക്കൂ. പറയും, ഞാൻ നിൻ്റെ വല്ലഭൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു, അവിടെ ഏത് നിറത്തിൽ വരയ്ക്കണം എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്നുകൊണ്ട് പിന്നെ തങ്കലിപികളിൽ ഇത് വരച്ച് ചിത്രം കണ്ടപ്പോൾ, അനിരുദ്ധൻ്റെ ചിത്രം കണ്ടപ്പോൾ ഉഷ ഒന്നും മറുപടി പറയുന്നില്ല. ആ ചിത്രമെടുത്ത് മാറോട് ചേർത്ത് ഏങ്ങിക്കരയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് തൻ്റെ വല്ലഭൻ എന്ന്. ആ കരച്ചിൽ കണ്ടിട്ട് തോഴിക്ക് സഹിക്കുന്നില്ല. ചിത്രലേഖ പറയും, നീ വിഷമിക്കണ്ട, നീ ഇവിടെ രാത്രിയാണിതൊക്കെ, നീ വിഷമിക്കണ്ട, നീ മിണ്ടാതെ ഇവിടെ ഇരുന്നു, ഞാനിപ്പം തന്നെ ദ്വാരകയിൽ പോയിട്ട് ആ അനിരുദ്ധനെ ഇവിടെ കൊണ്ടുവരാം. ഇത് ശ്രീകൃഷ്ണൻ്റെ പൗത്രനായ അനിരുദ്ധനാണ്, ഞാനിപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് തൻ്റെ യോഗസിദ്ധി കൊണ്ട് ആകാശമാർഗേണ സഞ്ചരിച്ച് ദ്വാരകയിൽ ചെന്ന് അവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അനിരുദ്ധനെ എടുത്തുകൊണ്ട് ഇവിടെ വന്ന് ഉഷയുടെ ശയനമുറിയിൽ കൊണ്ടുവന്ന് ഉഷയുടെ മുന്നിൽ അവിടെ കിടത്തി കൊടുത്തു. ഉഷയ്ക്ക് വളരെ സന്തോഷമായി. അപ്പം ആ സന്തോഷത്തിൻ്റെ ബഹളത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് കുറേ കഴിഞ്ഞപ്പോഴാണ് അനിരുദ്ധൻ ഉണർന്നെഴുന്നേറ്റ്, ഇതെവിടാ ഇത്, ഞാൻ കിടന്ന സ്ഥലത്തല്ലല്ലോ ഇത്, ഞാനിപ്പോൾ ഇത് എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്ന് വെച്ച് ആകെ പേടിച്ച് എന്തുവായി സംഭവിച്ചതെന്നൊക്കെ രീതിയിലൊക്കെ നോക്കുക. അപ്പം ഇങ്ങനെ വളകിലുക്കത്തിൻ്റെ പോലെ ചിരിച്ചു എന്നാണ് പറയുന്നത് ഉഷ. അങ്ങനെ ചിരിച്ച് അനിരുദ്ധൻ്റെ ആ ഒരു പുതിയ സ്ഥലത്ത് വന്ന് ആ പേടിയൊന്നും ഇല്ലാത്ത തരത്തിൽ ഉഷയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇവർ ഇണങ്ങിച്ചേർന്നു. ഈശ്വരൻ്റെ യോജിപ്പിക്കലാണ് അതുകൊണ്ട്. അപ്പോൾ പറയും, ഞാൻ അവിടുത്തെ ദാസിയാണ്, ഞാനിങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ പറയും, ചിത്രലേഖ കൊണ്ടുവന്നതും കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെ ഉഷയും അനിരുദ്ധനും അന്നു മുതൽ അവിടെ ആ റൂമിനകത്ത് താമസിക്കുകയാണ്. ചിത്രലേഖ ഭക്ഷണവും വേണ്ട കാര്യങ്ങളും വസ്ത്രവും ബാക്കി കാര്യങ്ങളെല്ലാം കൊണ്ട് കൊടുക്കും. കൊട്ടാരത്തിൽ ആരും അറിയുന്നില്ല, അന്തഃപുരത്തിൽ ഇവർ മാത്രമേ ഉള്ളൂ. ചിത്രലേഖയാണ് പിന്നെ അങ്ങോട്ട് കയറി വരാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള വ്യക്തി, അതുകൊണ്ട് വേറെ ആരും അറിയുന്നില്ല. 3 മാസം 3 നിമിഷം പോലെ കഴിഞ്ഞു പോയെന്നാണ് പറയുന്നത്. അവരവിടെ അതിനകത്ത് തന്നെ ജീവിക്കുകയാണ്. അപ്പോഴേക്കും എങ്ങനെയൊക്കെയോ ന്യൂസ് ഇത്തിരീശ പുറത്തു വരാൻ തുടങ്ങി. ഇങ്ങനെ ഉഷയുടെ അന്തഃപുരത്തിൽ ആരോ ഉണ്ട് എന്നുള്ളൊരിത് വന്നു. ബാണൻ ഇതറിഞ്ഞു, വളരെയേറെ ദേഷ്യപ്പെട്ട് വന്നു. തൻ്റെ സൈന്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. വന്ന് കതക് തുറന്നു. അനിരുദ്ധനെ കണ്ടതും ബാണന് ദേഷ്യം വരും, അവർ യുദ്ധം ചെയ്യും. പക്ഷേ അനിരുദ്ധൻ യുദ്ധത്തിലും മിടുക്കനാണ്. വെറും സുന്ദരൻ മാത്രമല്ല, ശക്തിയുണ്ട്. യുദ്ധത്തിൽ എല്ലാവരെയും തോൽപ്പിച്ചു, ഈ സൈന്യങ്ങളെ മുഴുവനും തോൽപ്പിച്ചു. ബാണനും പിടിച്ചു നിൽക്കാൻ പറ്റാതായി. 1000 കൈകളുള്ള ബാണൻ. അപ്പോൾ ബാണൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് നാഗപാശം കൊണ്ട്, നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ചു കൊണ്ടുപോയി കാരാഗൃഹത്തിലിട്ടു. പക്ഷെ ഭയങ്കര കരച്ചിലായി, ബഹളമൊക്കെ ആയി. പക്ഷെ അതൊന്നും ബാണൻ വകവെക്കുന്നില്ല. തൻ്റെ മകൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നാകെ വിഷമമായിട്ടിരിക്കുകയാണ്. ബാണനൊരു ചിന്തയുണ്ടായിരുന്നു, തൻ്റെ മകളുടെ സൗന്ദര്യം കൊണ്ട് ലോകത്താരുമില്ല, അവളെ വിവാഹം ചെയ്യാൻ യോഗ്യരായിട്ടുള്ളവരാരുമില്ല, ഇനി എങ്ങനെ അവൾക്ക് വേണ്ടി ഒരു ഭർത്താവിനെ കണ്ടെത്തും എന്നുള്ള ഒരു ടെൻഷനിലും കൂടെ ഇരിക്കുമായിരുന്നു. ഇപ്പം ഇങ്ങനെയായി തീർന്നല്ലോ എന്ന് ബാണന് ദേഷ്യമാണ് വന്നത്. അങ്ങനെ കാരാഗൃഹത്തിലിട്ടു. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഗരുഡൻ വന്ന് ആ നാഗാസ്ത്രം അത് ബന്ധന വിമുക്തനാക്കി അനിരുദ്ധനെ. കാരാഗൃഹത്തിൽ കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു. 3 മാസം ഇവർ 3 മാസത്തിൽ കൂടുതലായി ദ്വാരകയിൽ നിന്ന് അനിരുദ്ധനെ നഷ്ടപ്പെട്ടിട്ട്, കാണാതായിട്ട് എല്ലാവരും ആകെ വിഷമത്തിലാണ്, മ്ലാനതയിലാണ്, ശോകമുഖമാണ് ദ്വാരക മുഴുവൻ. ഭഗവാൻ അറിയാം, പക്ഷേ ഭഗവാൻ ആരോടും പറയുന്നില്ല. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇതെവിടെയാണ് എന്നുള്ളത്. തൻ്റെ കൊട്ടാരത്തിനകത്തുണ്ടായിട്ട് ബാണൻ പോലും കണ്ടുപിടിച്ചത് 3 മാസം കഴിഞ്ഞിട്ടാണ്. ആ സമയത്ത് വീണ്ടും ലോകം ചുറ്റിക്കറങ്ങി വരുന്ന വഴിയിൽ നാരദൻ അവിടെ വന്നു. അപ്പം നാരദൻ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ബാണാസുരൻ ഈ അനിരുദ്ധനെ കാരാഗൃഹത്തിൽ അടച്ച വിവരമൊക്കെ. വന്ന് ദ്വാരകയിൽ വന്ന് എല്ലാവരും ആകെ ആ ദ്വാരകയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവിടെ എല്ലാവരും മൂകരാണ്. അപ്പോൾ അവിടെ ചെന്ന് എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അനിരുദ്ധനെ കാണാനായിട്ടുള്ള വിഷമമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചിട്ട് പറയും, അനിരുദ്ധൻ ഇങ്ങനെ ഇവിടെ ഉണ്ട്, ബാണാസുരൻ്റെ കാരാഗൃഹത്തിലുണ്ട്.
നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് രക്ഷപ്പെടുത്തണം. രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അനിരുദ്ധനൊന്നും സംഭവിക്കില്ല. അനിരുദ്ധൻ ശക്തിയുള്ളവനാണ്, മനഃശക്തിയുള്ളവനാണ്, ശരീരശക്തിയുള്ളവനാണ്, ധൈര്യമുള്ളവനാണ്. പക്ഷേ ഉഷ വിഷമിച്ച് മരിച്ചു പോകും വിഷമം കൊണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണനും പ്രദ്യുമ്നനും എല്ലാവരും കൂടെ പട നയിച്ചു വന്ന് ഇവിടെ യുദ്ധത്തിന് വരികയാണ്. ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ ഈ കേതു കൊടിമരം ഒടിഞ്ഞു. രാവിലെ കൊടിമരം ഒടിഞ്ഞിരിക്കുന്നു. അപ്പോൾ ബാണന് സന്തോഷമായി. നേരത്തെ ശിവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കേതു ഒടിയുന്ന ദിവസം നിനക്കൊരു പ്രതിയോഗി വരുമെന്ന്. വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ശിവനും സുബ്രഹ്മണ്യനും ഗണപതിയും ഭൂതഗണങ്ങൾ അവരെല്ലാവരും കൂടെ ഒരു സൈഡിൽ, കൃഷ്ണനും പ്രദ്യുമ്നനും അവരുടെ കൂട്ടാളികളെല്ലാം കൂടെ ഒരു സൈഡിൽ, അസുരന്മാരൊക്കെയും ശിവൻ്റെ കൂടെയുണ്ട്. ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നിട്ടാണ് യുദ്ധം. കഠിനമായ യുദ്ധം നടന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സൈന്യമാണ് എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ശിവൻ്റെ ഭൂതഗണങ്ങളൊക്കെ തോറ്റോടിപ്പോയി. അസുരന്മാരൊക്കെ കുറേ പേരൊക്കെ മരിച്ചു വീണു. പിന്നെ അവസാനം കൃഷ്ണനും ശിവനും നേർക്ക് യുദ്ധം ചെയ്യേണ്ട അവസ്ഥ വരെ വരികയാണ്. ഇനി ഇപ്പോൾ ബാണനുമായിട്ടാണ് കൃഷ്ണൻ യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ സുദർശന ചക്രം കൊണ്ട് ബാണൻ്റെ 4 കൈകൾ ഒഴികെ ബാക്കി മുഴുവൻ 1000 കൈകളിൽ ബാക്കി 996 കൈകളും ഛേദിച്ചു കളഞ്ഞു. ആകെ ഇനി 4 കൈയേ ഉള്ളൂ ബാണന്. വലിയ ഭാരമാണെന്ന് പറഞ്ഞിരുന്ന ഭാരമൊക്കെ കുറഞ്ഞു കിട്ടിയ സമാധാനമായി. ഇനിയിപ്പം യുദ്ധം നിർത്തുന്നില്ല, ബാണനെ നിർത്തുന്നില്ല, കൃഷ്ണനെ നിർത്തുന്നില്ല. അപ്പം ശിവൻ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇടയിൽ വന്നിട്ട് പറയാണ്, അവനെ കൊല്ലണ്ട, അവൻ എൻ്റെ ഭക്തനാണ്, അതുകൊണ്ട് അവനെ രക്ഷിക്കണം. ശിവൻ അങ്ങനെയാണ്. പലപ്പോഴും ഓരോ വരം കൊടുത്തിട്ട് അപകടത്തിൽ ചെന്ന് ചാടാറുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഭസ്മാസുരൻ്റെ കഥ. ഭസ്മാസുരനെ ഞാൻ ആരുടെ തലയിൽ കൈവച്ചാലും അയാൾ ഭസ്മമായി പോകണം എന്നുള്ള വരമാണ് ചോദിച്ചത്. ഒന്നും ചിന്തിക്കാതെ ശരി തഥാസ്തു പറയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരാളുടെ തലയിൽ കൈവച്ച് അയാൾ ഭസ്മമായി പോവുകയാണെങ്കിൽ എനിക്കിനി യുദ്ധം ചെയ്യാൻ ഒരായുധങ്ങളുടെ ഒന്നും ആവശ്യമില്ലല്ലോ, ഓരോരുത്തരുടെ തലയിലും കൈ വെച്ചാൽ പോരെ. അപ്പോൾ ഇത് വെറുതെ ആയിരിക്കും, ഇത് എന്നെ കളിപ്പിച്ചതായിരിക്കും ശിവൻ എന്ന് ഈ ഭസ്മാസുരന് തന്നെ ഒരു സംശയം തോന്നിയിട്ട് ആ സംശയം തീർക്കാനായിട്ട് ഈ തന്നത് വരം ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പരിശോധിക്കാനായിട്ട് ശിവൻ്റെ തലയിൽ തന്നെ കൈവെക്കാനായിട്ട് ചെന്ന് ഭസ്മാസുരൻ അങ്ങനെ ശിവൻ ഓടി മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ ചെന്നതും മഹാവിഷ്ണു ശിവനെ രക്ഷപ്പെടുത്തിയതും ആ കഥ നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അപ്പോൾ ഇവിടെയും ഒന്നും നോക്കാതെയാണ് ശിവൻ അങ്ങോട്ട് ചെന്ന് വരം ചോദിക്കുന്നതിന് മുൻപേ 1000 കൈകൾ കൊടുത്തു. അത് പോരാഞ്ഞിട്ട് തൻ്റെ ഗോപുരം കാവൽക്കാരനാവണമെന്ന് പറഞ്ഞപ്പോൾ അതും സമ്മതിച്ചു. എത്രയൊക്കെ അഹങ്കാരം കൊണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും അവസാനം ഇത് എൻ്റെ ഭക്തനാണ്, അതുകൊണ്ട് അതിനെ വെറുതെ വിടണം, അങ്ങനെ കൊല്ലണ്ട, ഇങ്ങനെ ജീവിച്ചു പൊയ്ക്കോട്ടെ എന്നാണ് പറയണത്. ഈ 4 കൈകൾ ഇനിയുള്ള കൈകളൊന്നും കളയാതെ അയാൾ ജീവിച്ചോട്ടെ, അയാൾ അതിന് വേണ്ട അനുഗ്രഹമൊക്കെ കൊടുക്കണം എന്നാണ്. അപ്പോൾ പറയും, അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം. ഭഗവാൻ കൃഷ്ണൻ പറയാണ്, ശിവനോട് പറയാണ്, അങ്ങ് ആവശ്യപ്പെട്ടതുകൊണ്ട്, അങ്ങ് അല്ലെങ്കിലും അസുരനോടാണല്ലോ കൂടുതൽ സ്നേഹമുള്ളത് അവിടത്തേക്ക്, അങ്ങ് പറയുന്നത് പോലെ ചെയ്യാം എന്ന് പറഞ്ഞ് ഈ ബാണാസുരനോട് പറയും, പിന്നെ നിൻ്റെ അഹങ്കാരം അതാണ് ഇത്രയൊക്കെ ഈ നാശം വരുത്തി വെച്ചത്. ഇനിയും നല്ലതായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്ന് പറയും. അപ്പോൾ ബാണാസുരനും ബോധ്യപ്പെടും ചെയ്തത് തെറ്റായിപ്പോയി. ശിവനോട് എൻ്റെ ഗോപുര കാവൽക്കാരൻ അല്ല എൻ്റെ വീടിൻ്റെ കാവൽക്കാരനായിരിക്കണം എന്ന് പറഞ്ഞത് വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്, ഇനിയും ക്ഷമിക്കണം എന്നോട് എന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കും. എന്നിട്ട് പറയും, എൻ്റെ മോളെ ഞാൻ അങ്ങേക്ക് തരികയാണ്, കന്യാദാനം സ്വത്തും എല്ലാം കൂടെ ഞാൻ തരികയാണ്, അവളോട് പൊറുക്കണം എന്ന്. അപ്പോൾ ഭഗവാൻ പറയും, അനിരുദ്ധൻ എന്ന് ഉഷയുടെ അറയിൽ പ്രവേശിച്ചോ ആ ദിവസം തന്നെ ഞാൻ ഉഷയെ സ്വീകരിച്ചു കഴിഞ്ഞതാണ്. ഈ ഉഷയിൽ കൂടെ അനിരുദ്ധനിൽ കൂടെ ഈ യദുവംശം പുഷ്ടി പ്രാപിക്കും, അതിലൊന്നും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ബാണന് കുറേ ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ ആക്കി. അപ്പോൾ ഈ അനിരുദ്ധനും ഉണ്ടായിരുന്നു അഹങ്കാരം. ഭഗവാന് അഹങ്കാരം ഒട്ടും ഇഷ്ടമില്ല.
തൻ്റെ ഭക്തർക്കും ശിഷ്യർക്കും ആർക്കായാലും അഹങ്കാരം ഉണ്ടാവുന്നത് ഒട്ടും സഹിക്കില്ല. അനിരുദ്ധന് ശക്തിയുണ്ട്, ബുദ്ധിയുണ്ട്, സൗന്ദര്യം, ലോകോത്തര സൗന്ദര്യമുണ്ട് എന്നുള്ള എല്ലാ തരത്തിലുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അഹങ്കാരം, തൻ്റെ പൗത്രനാണെങ്കിലും അഹങ്കാരം തന്നെയാണ്. അത് മാറ്റിയേ ഭഗവാൻ പിന്നെ അടങ്ങുള്ളൂ. നമുക്കൊക്കെ അറിയാം ഗോപികമാരുടെ ഭക്തി. ഗോപികമാരെ പോലെ ഭഗവാനെ സ്നേഹിച്ചിട്ടുള്ളവർ ആരുമില്ല. അവർക്ക് വേണ്ടിയല്ല സ്നേഹിച്ചിട്ടുള്ളത്, അവർ ഭഗവാന് വേണ്ടിയിട്ടാണ്. ഭഗവാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയാണ് സ്നേഹിച്ചിട്ടുള്ളത്. എന്നിട്ട് അവസാനം ഒരു ഘട്ടത്തിൽ ഗോപികമാർക്ക് ഒരു അഹങ്കാര ലേശം വന്നോന്നൊരു സംശയം തോന്നിയപ്പോൾ, എന്നുവെച്ചാൽ ഓരോ ഗോപികമാരും ചിന്തിച്ചു അവരോടാണ് കൃഷ്ണന് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് എന്ന് ചിന്തിച്ചു. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവരുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷനായി എന്ന് പറയുന്നത്. ഭഗവാൻ അപ്രത്യക്ഷനായാൽ പിന്നെ അവർക്ക് ഒട്ടും സഹിക്കില്ല. പിന്നെ അവർ കുറേ ഭഗവാൻ നാമം ജപിച്ച് നടന്ന് മനസ്സ് പരിശുദ്ധമാകുന്നത് നാമം ജപിക്കുമ്പോഴാണ്. എത്ര നാമം ജപിക്കുന്നുവോ അത്ര നാമം ജപിക്കും തോറും നമ്മുടെ മനസ്സ് അലകളില്ലാത്ത ജലം പോലെ, നിർമ്മലമായ ജലം പോലെ പരിശുദ്ധമാകും. അങ്ങനെ വരുമ്പോൾ അവിടെ ഭഗവാന്റെ സ്വരൂപം നല്ലതുപോലെ കാണാനും പറ്റും. അപ്പോൾ ഈ കണ്ണാടിയിലെ അഴുക്കുള്ള കണ്ണാടിയിലാണെങ്കിൽ നമ്മുടെ പ്രതിബിംബം കാണുമ്പോൾ അത് വ്യക്തമാവില്ല. അതുപോലെ അഴുക്ക് ഇല്ലാത്തതാണെങ്കിൽ അത് വ്യക്തമായി കാണുകയും ചെയ്യാം. അതുപോലെ നമ്മുടെ മനസ്സ് എത്രത്തോളം പവിത്രമാകുന്നോ അപ്പോഴാണ് അതിലെ ഭഗവാന്റെ രൂപവും നല്ല പോലെ പ്രകാശിക്കുന്നത്. അപ്പോൾ ഗോപികമാർ ജപിച്ച് ഭഗവാന്റെ കഥകളൊക്കെ അവരെല്ലാവരും ഭഗവാന്റെ നാടകങ്ങൾ, ഭഗവാൻ ജീവിച്ച് കാണിച്ച ഓരോ കാര്യങ്ങളും അഭിനയിച്ച് അങ്ങനെ അവർ ഭഗവാനായി തന്നെ ജീവിച്ച് കുറേ നാൾ നടന്നു. അവർക്ക് ബോധമുണ്ടായി. എന്നിട്ട് അവസാനം അവർ പാടുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഓരോരുത്തരോടും അല്ല, ഭഗവാൻ എല്ലാവരോടും ഇഷ്ടമാണ്. ഈ ലോകത്ത് എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നത് ഭഗവാനാണ്, എല്ലാവരോടും ഭഗവാൻ ഇഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കി. അവസാനം അവർ പാടുന്നുണ്ട് നമ്മുടെ ഭാഗവതത്തിൽ തന്നെ, ഗോപികാഗീതത്തിൽ, നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖില ദേഹിനാം അന്തരാത്മദൃക്. ഒരു ഗോപികാനന്ദനല്ല അവിടുന്ന്. ഗോപികാനന്ദൻ അവിടെ ഉദ്ദേശിക്കുന്നത് ദേവകീ നന്ദനൻ, ഒരു ദേവകീ പുത്രനല്ല അങ്ങ്. സത്യത്തിൽ എങ്ങനെയാണ്? ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലുള്ള ചൈതന്യമാണ് അവിടുന്ന്. അത് മനസ്സിലാക്കിയാൽ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരമൊക്കെ പോകുമെന്നാണ്. ഈശ്വരൻ നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട്. ഗീതയിൽ ഭഗവാൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ വാക്കുകളാണ് ഭഗവത്ഗീത. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലെ ഹൃദയത്തിൽ വർത്തിക്കുന്നുണ്ട്. നമ്മൾ അമ്പലങ്ങളിൽ പോവണ്ടെന്നല്ല, അവരവരുടെ ഉള്ളിലേക്കാണ് തിരിഞ്ഞു നോക്കേണ്ടത്. നരസേവ നാരായണ സേവ എന്ന് പറയും. നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയി കൂടുതൽ കാശ്, വലിയ വലിയ പൂജകൾ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനായിട്ടൊക്കെ ചെലവിടുന്നതിനേക്കാളും ഈശ്വരൻ ഇഷ്ടപ്പെടുന്നത് നാരായണ സേവ, നരസേവയാകുമ്പോഴാണ്. വിഷമിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങാവുമ്പോഴാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. നമ്മളിങ്ങനെയുള്ള ഭാഗവത സത്രമൊക്കെ കേൾക്കുമ്പോൾ, കാണുമ്പോൾ അതിൽ കൂടെയൊക്കെ ഒരു നന്മയും കൂടെ ചെയ്യാനുള്ള തോന്നൽ അല്ലെങ്കിൽ കഴിവ് നമുക്കുണ്ടാവണം. അതാണ് ഈശ്വരൻ ഇഷ്ടപ്പെടുക. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാണ് ഭഗവാൻ ഇഷ്ടം, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി. പിന്നെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെയൊക്കെ ഭഗവത് കഥകളും ഭഗവത് നാമങ്ങളും ഒക്കെ ജപിപ്പിക്കാനും കേൾപ്പിക്കാനും നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ ഇക്കാലത്ത് മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് നമ്മുടെ യുവതലമുറ വഴിതെറ്റിപ്പോകുന്ന ഈ അവസരത്തിൽ അതിനൊക്കെ സഹായകമാകുന്ന ഒരിതായിരിക്കും ഇത്. അവരുടെ ലഹരി ഒന്നിലെ ഈശ്വരനിലേക്ക്, അവരിഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ദൈവത്തിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ വായനയിലേക്ക്, നാമജപത്തിലേക്ക്, സംഗീതത്തിലേക്ക്, ഏതെങ്കിലും സംഗീതോപകരണത്തിലേക്ക്, ഏതിലേക്കെങ്കിലും അവരുടെ ലഹരി, അതായിരിക്കണം അവരുടെ ലഹരി. അല്ലാതെ
മദ്യവും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ടു പോകാതിരിക്കാൻ. ഇന്നത്തെ കാലത്തെ ഒരു വലിയ പ്രശ്നം, പണ്ടുകാലത്ത് വീടുകളിൽ അമ്മൂമ്മമാരെ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് നല്ല മാർഗങ്ങൾ കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ. ഇന്ന് അത് വളരെ കുറവാണ്. അതിൻ്റെയൊക്കെ ഒരു വലിയ ദോഷം തന്നെയാണ് ഇന്ന് എല്ലാവരും അനുഭവിച്ചു വരുന്നത്. അപ്പോൾ കുട്ടികളെ വളരെ ചെറുതിലേ മുതലേ നാമം ജപിക്കാനൊക്കെ പഠിപ്പിക്കുക. ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് പ്രഹ്ലാദൻ്റെ കഥ. പ്രഹ്ലാദൻ ഗർഭസ്ഥനായിരുന്നപ്പോൾ കയാധു നാരദാശ്രമത്തിലിരിക്കുകയും നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത ഭഗവത് കഥകളും തത്വങ്ങളും കേട്ട് അത് അകത്തിരുന്ന് 5 മാസം കഴിയുമ്പോൾ തൊട്ട് കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞ് പഠിച്ചു തുടങ്ങുമെന്നാണ്, കേട്ട് തുടങ്ങും, മനസ്സിലാക്കി തുടങ്ങുമെന്നാണ് പറയുന്നത്. അങ്ങനെ കേട്ട് ഒരു അസുര ചക്രവർത്തിയുടെ പുത്രനായ പ്രഹ്ലാദൻ ജനിച്ചു വീഴുമ്പോഴേ നാരായണ നാമമാണ് ജപിച്ചത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം, അതൊന്നും നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉള്ളതൊന്നും നമ്മൾ വിശ്വസിക്കില്ല. പാശ്ചാത്യർ പറയണം, ശാസ്ത്രത്തെ കൂടെ തെളിവ് സഹിതം പറഞ്ഞെങ്കിലേ നമുക്കൊക്കെ വിശ്വാസം വരുള്ളൂ. ഇപ്പോൾ അത് തെളിവായിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിമന്യുവിൻ്റെ കഥ, ഗർഭസ്ഥ ശിശു പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയാണ്? അമ്മമാർ ഓഫീസിൽ പോകാനുള്ള തിരക്കൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ ഒരു മൊബൈൽ പാട്ടും വെച്ചിട്ട് ഒരു മൊബൈൽ അങ്ങോട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ കുട്ടികൾ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ജനിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ തൊട്ട് ഈ മൊബൈലുമായിട്ടാണ് ബന്ധപ്പെട്ട് പോകുന്നത്. അല്ലെങ്കിൽ TV ഓൺ ചെയ്ത് വെച്ച് കൊടുക്കും. അതൊക്കെയാണ് ദോഷം. ചട്ടമ്പിസ്വാമി തിരുവടികൾ റാന്നിയിൽ മക്കപ്പുഴ വാസുദേവൻപിള്ള എന്ന് പറഞ്ഞിട്ട് ഒരാൾ NSS പ്രസിഡൻ്റൊക്കെ ആയിട്ടിരുന്ന ആളാണ്. അദ്ദേഹം കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഒരു താരാട്ട് പാട്ട് എഴുതി കൊടുത്തു. ചട്ടമ്പിസ്വാമിയുടെ രചിച്ച ഒരു താരാട്ട് പാട്ട് എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത്. അതിൽ മുഴുവൻ തത്വങ്ങളാണ് പറയുന്നത്. രണ്ടുപേരും ഞാൻ പറയാം. ബ്രഹ്മമേ സത്യം കിളിയേ ഉണ്ണി എൻ മകനേ നിൻ പിതാവും നന്മൂല നിത്യം നിനക്കു നൽകും അമ്മയുമാ സ്വാമി തന്നെ. അങ്ങനെ കുറേ ഉണ്ട്. അത് കാസറ്റായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പുസ്തകമായിട്ടും ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ അമ്മമാർക്ക് സഹോദരിമാർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് അന്വേഷിച്ചാൽ കിട്ടും. പന്മന ആശ്രമത്തിലൊക്കെ അത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കൊച്ചു പ്രായത്തിൽ തന്നെ ആ തത്വങ്ങളൊക്കെ കേട്ട് പഠിച്ചാൽ കുഞ്ഞുങ്ങൾ നല്ല വഴിയിൽ കൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ ചരിത്രത്തിലൊരു മദാലസ എന്നൊരു രാജ്ഞി ഉണ്ടായിരുന്നു. അവരുടെ ചെറുപ്പകാലം ഒരു ആശ്രമത്തിൽ കഴിയാൻ ഇടയായതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അവർക്ക് ആധ്യാത്മിക തത്വങ്ങളൊക്കെ ഗ്രഹിക്കാനുള്ള അവസരം കിട്ടി. അപ്പോൾ അവർ വിവാഹിതയായി. ഒരു ചക്രവർത്തി തന്നെ അവിടെ ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിനെ താരാട്ട് പാട്ടാണ്. ശുദ്ധോസി ബുദ്ധോസി നിരഞ്ജനോസി സംസാരമായാ പരിവർജിതോസി സംസാര ദുഃഖം ത്യജമോഹനിദ്രാം മദാലസ മഞ്ജുളവാക്യമോചേ. ആ 1 വയസ്സോ അല്ലെ 6 മാസമൊക്കെയുള്ള കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുന്ന ആ അമ്മ പാടുന്നതാണ്, നീ ശുദ്ധനാണ്, നിരഞ്ജനാണ്, ബുദ്ധനാണ്, സംസാര മായയിൽ നിന്ന് വേർപ്പെട്ടവനാണ്, നിന്നെ ആ മായ തൊടുകയേയില്ല. ഇങ്ങനെയുള്ള തത്വങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ആ കുഞ്ഞ് വളർന്നു വലുതായി വന്നപ്പോൾ കുഞ്ഞ് സന്യസിക്കാൻ പോയിന്ന. അടുത്ത കുഞ്ഞുണ്ടായി ഇങ്ങനെ ജപിക്കാൻ തുടങ്ങിയപ്പോൾ, താരാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ രാജാവ് പറഞ്ഞെന്നാണ് പറയുന്നത്, ഒരു കുഞ്ഞിനെങ്കിലും രാജഭരണത്തിന് വേണ്ടിയിട്ട് വിട്ടു തരണേന്ന്. കാരണം ഈ രീതിയിൽ കുഞ്ഞുങ്ങളെ പരിപാലിച്ചു വന്നാൽ രാജഭരണത്തിന് ആളില്ലാതെ പോകുമെന്ന് രാജാവ് തന്നെ ഭയപ്പെട്ടു എന്നാണ്. അപ്പോൾ സന്യസിച്ച് പോകണമെന്നല്ല ഉദ്ദേശിക്കുന്നത്, സദ്ഗുണസമ്പന്നരായിട്ട് ലോകത്തിന് ഉപകാരമായിട്ട് തീരുന്ന മക്കളെ ഒരു സമൂഹത്തിന് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്ക് ഈശ്വരൻ എപ്പോഴും ഉണ്ട്, പലതരം. ഇപ്പം എല്ലായിടത്തും ഈശ്വരന് കൃഷ്ണൻ്റെ രൂപത്തിലോ ശിവൻ്റെ രൂപത്തിലോ ഒന്നും വരാൻ പറ്റില്ല. വളരെയധികം സുഹൃത്തുക്കളുടെ രൂപത്തിലോ ബന്ധുക്കളുടെ രൂപത്തിലോ ഗുരുക്കന്മാരുടെ രൂപത്തിലോ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ വരും.
ഭഗവാൻ നമ്മളെ എൻ്റെ സമയം കഴിഞ്ഞു. ഒരു വരി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഉള്ളൂരുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധം കൂടിയുണ്ട്. ശ്രീ വിജയാനന്ദാശ്രമം, കിടങ്ങന്നൂർ ആറന്മുള ശ്രീ വിജയാനന്ദാശ്രമത്തിൻ്റെ ഉദ്ഘാടനത്തിന് അധ്യക്ഷപദം അലങ്കരിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉള്ളൂരിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്താ. അപ്പോൾ ഉള്ളൂർ തൻ്റെ പ്രേമസംഗീതം എന്ന കവിതയിൽ പറയുന്നുണ്ട്: നമോസ്തുതേ മജ്ജീവനദായക നടേശ പരമാത്മൻ നരാഖ്യമങ്ങേ നർത്തക ഗണമതിൽ ഞാനുമൊരൽപാംഗം വേഷമെനിക്കെന്തെന്നു വിധിപ്പതു വിഭോ ഭവച്ചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്വതു വിധേയനൻ കൃത്യം അകമേ നിലകൊണ്ടതാതു ചുവടുകളാമരുതെന്നു തിരിച്ച് അടിയനു കാട്ടിത്തരുവോനവിടുന്നന്യർ ധരിക്കാതെ അതൊന്നു കാൺമാൻ മിഴികൾ തുറന്നാൽ അന്നിമിഷം മുതൽ ഞാൻ അരങ്ങുമണിയറയും ചുരുളാൻ അരങ്ങുമണിയറയും മറന്നുപോയി. അതൊന്നു കാൺമാൻ മിഴികൾ തുറന്നാൽ അന്നിമിഷം മുതൽ ഞാൻ അരങ്ങുമണിയറയും പുകഴും മട്ടാടാനതി ചതുരൻ. ഈ ലോകം ഒരു നാടകശാലയാണ്. എൻ്റെ ജീവനദായകനായ ഭഗവാനെ ഞാൻ അങ്ങയെ നമസ്കരിക്കുകയാണ്. അങ്ങയുടെ ഈ ലോകമാകുന്ന നാടകശാലയിലെ ഒരു അംഗമാണ് ഞാനും. നാടക ഗ്രൂപ്പിലെ ഒരു അഭിനേതാവും മാത്രമാണ് ഞാനും. അവിടുന്ന് പറയുന്ന വേഷം ആടുക മാത്രമാണ് എനിക്കുള്ള ജോലി, എൻ്റെ കർമ്മം അല്ലെങ്കിൽ എൻ്റെ കടമ. അങ്ങ് എനിക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഏതാണ് വേഷമെന്ന്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ എനിക്ക് ഇന്ന വേഷം മതി എന്ന് പറയാൻ പറ്റും. ഈ ലോകമാകുന്ന നാടകശാലയിലെ ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും കൽപ്പിച്ചു തരുന്ന വേഷം, അത് പുരുഷനാകാം, സ്ത്രീയാകാം, കുഞ്ഞാകാം, അച്ഛനാകാം, അമ്മയാകാം, ഏത് വേഷമാണോ തരുന്നത് ആ വേഷം ആടിത്തീർക്കുക എന്ന് മാത്രമാണ് നമുക്കുള്ള കടമ. പക്ഷെ ഇവിടെ സംവിധായകന്മാരെ അല്ലെങ്കിൽ നാടകം പഠിപ്പിക്കുന്നവരെ കൃത്യമായിട്ട് ചുവടുകൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കും, നേരിട്ട് നിന്ന് തന്നെ പഠിപ്പിക്കും. എന്നാൽ ഈശ്വരൻ അങ്ങനെയല്ല. നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ടാണ് ഓരോ ചുവടുകളും പഠിപ്പിക്കേണ്ടത്. നാടകം എങ്ങനെയാണ്, നമ്മൾ ഈ സ്റ്റെപ്പ് എങ്ങനെയാണ് വെക്കേണ്ടത്, ഇതെങ്ങനെയാണ് തീർക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഉള്ളിലിരുന്ന് ഈശ്വരൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമ്മുടെ അകക്കണ്ണ് തുറന്ന് അത് കാണണം. ഈശ്വരൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കാണാനും കേൾക്കാനും നമ്മുടെ അകക്കണ്ണ് തുറന്നാൽ മതി. ഈശ്വരൻ പറഞ്ഞു തരുന്നത് മറ്റുള്ളവർ കേൾക്കാതെയാണ്, ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട് ഭഗവാൻ പറയുന്നതിനനുസരിച്ച് നമ്മുടെ ചുവടുകൾ വെക്കുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ജീവിതത്തിൽ. ഇവിടെ ഏതോ ഒരു കഥയിൽ നാരദൻ തന്നെ പറയുന്നുണ്ട്, ഈ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ദുഃഖങ്ങളിൽ കൂടെ വിഷമങ്ങളിൽ കൂടെ മനസ്സിനെ പരിശുദ്ധമാക്കാനുള്ള ഒരു പ്രക്രിയയാണ്. അതിൻ്റെ ഒരു ഉപാധി മാത്രമാണ് ശരീരം. അപ്പോൾ ഈ ശരീരത്തിന് അനുഭവിക്കാനുള്ളതൊക്കെ ഈശ്വരൻ നിശ്ചയിച്ചത് അത്രയും അനുഭവിച്ചിട്ടേ നമുക്ക് ജീവിതത്തിൽ നിന്ന് ഓരോരുത്തർക്കും പിന്മാറാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ ഭാഗവത സത്രം ഇത്രയും ഭംഗിയായി നടത്തി ലോകത്തിനും ജനങ്ങൾക്കും നന്മ വരുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ ശക്തികളും ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഖണ്ഡ സച്ചിദാനന്ദ ശ്രീ സദ്ഗുരുപാദാരവിന്ദങ്ങളിൽ ആത്മസമർപ്പണം ചെയ്യുന്നു. ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.